ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ട്രാവൽ വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായൊരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്നും നെല്ലിയാമ്പതിയിലേക്കാണ് KSRTCയിലുള്ള യാത്ര പോകുന്നത് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ഇതിനുള്ള ടിക്കറ്റൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യുകയും ചെയ്യാം, അവിടെ പോയിട്ട് നേരിട്ട് ബുക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 830 രൂപയാണ്. ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 മണിക്കാണ് രാവിലെ പുറപ്പെടുന്നത്. 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ താത്തമാരും താത്താൻ്റെ ഫാമിലിയുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ 4:45 ആകുമ്പോഴേക്കും അവിടെ എത്തി. ഒരു 5:15 ആ സമയത്താണ് ബസ് KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഈ KSRTC ബസ്സിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഈ ബസ്സിലുള്ളവരെല്ലാവരും തന്നെ. ബസ് സീറ്റൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷേ 2 ആളൊന്നും വന്നിട്ടില്ലായിരുന്നു, എന്തോ ബുദ്ധിമുട്ട് കാരണം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 ആ സമയമൊക്കെ ആയപ്പോഴേക്കും പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ നമ്മൾ ബസ് കയറി എല്ലാവരും സ്വയം പരിചയപ്പെടുത്തലും എല്ലാവരും പാട്ട് പാടലും കളിക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല ഒരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു എന്ന് പറയാം. പിന്നെ അന്നത്തെ ട്രിപ്പിൽ ഞങ്ങളെ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളെ പ്രദീപേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാട്ടോ. പ്രദീപേട്ടനായിരുന്നു മലപ്പുറം ജില്ലേൻ്റെ ടൂറിൻ്റെ കോർഡിനേറ്ററൊക്കെ. അന്ന് നമുക്ക് ബസ്സിൽ വന്നത് പ്രദീപേട്ടൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. പ്രദീപേട്ടൻ തന്നെ എല്ലാവരോടും നല്ല കമ്പനിയും നല്ല മിങ്കിൾ ചെയ്യാനൊക്കെ നല്ല സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ബോറടി ഇല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ സ്ഥലത്തുമ്പോഴും നമുക്ക് പ്രദീപേട്ടന് ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി ഉള്ളൊരു വ്യൂ പോയിന്റ് തന്നെ കേട്ടോ. അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയാലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഗാർഡനിലേക്കാണ്. അവിടെ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഓറഞ്ചൊന്നും കായ്ച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് കേശവൻ പാറ വ്യൂ പോയിന്റിലേക്കാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെയും തന്നെ നമുക്ക് വലിയൊരു പാറ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങാനോ ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ കേശവൻ പാറ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് വലിയൊരു പാറ കയറി ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇറങ്ങിപ്പോയാൽ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് നമുക്ക് അവിടെ എത്തിയാൽ കാണാൻ പറ്റുക കേട്ടോ. ഈ ഒരു പാറ കയറാനായിട്ട് കുറേ ആളുകളൊന്നും പോന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ പോയി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ വ്യൂ പോയിൻറ്റുകളൊക്കെ കണ്ട് പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ബസ്സിൽ തിരിച്ചെത്തുന്ന സമയത്ത് നമ്മളെ പ്രദീപേട്ടൻ്റെ നല്ല അടിപൊളി പാട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ.
അങ്ങനെ ഞങ്ങൾ വഴിയിലുള്ള വ്യൂ പോയിൻറ്റ്സുകളും എല്ലാം കണ്ടിട്ട് പിന്നെ ലാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നത് പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഡാം കാണാൻ പോകണമെങ്കിൽ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിലേക്ക് എത്തണം. പിന്നെ അവിടെ തന്നെ നല്ലൊരു ഗാർഡനും കൂടെ ഉണ്ട്. കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഈ പോത്തുണ്ടി ഡാമും ഗാർഡനും എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു പ്ലേസാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള റൈഡുകളും ഊഞ്ഞാൽ അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സമയം കുട്ടികളൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വൈകുന്നേരം തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു 6 മണി ആയപ്പോഴേക്കും സെക്യൂരിറ്റിക്കാർ വന്നിട്ട് നമ്മളെല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ആ സമയത്ത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോന്ന് പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് നേരെ നമ്മളെ നാട്ടിലേക്ക് തിരിക്കുക ചെയ്തത്. പിന്നെ നമ്മൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് വഴിയിൽ നിർത്തിയിട്ട് ഡിന്നർ കഴിച്ചു. അത്രയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ട്രിപ്പ് നല്ലൊരു ഇഷ്ടമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഈ ബസ്സിലുള്ളവരെല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു നമ്മളെ KSRTC നെല്ലിയാമ്പതി ട്രിപ്പ്. അങ്ങനെ ബസ്സിൽ വെച്ചിട്ട് നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു 2 ടീമാക്കി തിരിച്ചിട്ട്. പക്ഷേ 2 ടീമും നല്ല പാട്ട് മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഏത് ടീമാണ് ജയിച്ചതെന്ന് പറയാൻ ആർക്കും പറ്റില്ല. ആരും ജയിച്ചില്ല, രണ്ടും ഒന്നിനോടൊന്നും മെച്ചെന്ന് പറയാം 2 ടീമും. അങ്ങനെയായിരുന്നു അന്നത്തെ അന്താക്ഷരി മത്സരം ഉണ്ടായിരുന്നത്. അന്താക്ഷരി മത്സരത്തിൽ ജയിക്കുന്നവർക്ക് അന്ന് കേക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ബസ്സിലൊരു ബോബേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളെ വക കേക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും 2 ടീമിനും കേക്ക് കൊടുക്കേണ്ടി വന്നു.
അങ്ങനെ നമ്മൾ ഡിന്നറിന് വേണ്ടി നിർത്തിയ സമയത്ത് അവിടെ വെച്ചിട്ടൊരു കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ ടൂറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്ന പാലക്കാട് ജംഗ്ഷനിലാട്ടോ എത്തിയിട്ടുള്ളത്.